ഉടുപ്പ് ഊരി ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ വിവാദമായൊരു പ്രസ്താവനയാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, പുരുഷന്മാർ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് ഊരി അകത്ത് കയറണം എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടതല്ലേ എന്ന് നമ്മുടെ ശിവഗിരി മഠം സച്ചിദാനന്ദ സ്വാമികൾ ചോദിച്ചു. അതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരികയൊക്കെ ചെയ്തു. അത് ഏറ്റുപിടിച്ച് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അതിനെ എതിർത്ത് വരുന്നു. ഇന്ന് ഗണേഷ് കുമാർ എതിർത്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരാൾ ഒരു കാര്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് കാലത്തിനനുസരിച്ച് മാറ്റണോ മാറ്റണ്ടയോ എന്ന് ചർച്ച ചെയ്യുന്നതിൽ ഉപരി എന്ന് പറഞ്ഞാൽ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടാണ് പല കാര്യങ്ങൾ. ആര് പറഞ്ഞു എന്ന് നോക്കിയാണ് ഇപ്പം ഏത് നല്ല കാര്യവും ചർച്ച ചെയ്യുന്നത്. ആര് പറഞ്ഞു എന്ന് നോക്കിയാണെന്ന് എനിക്ക് തോന്നുന്നു. ശിവഗിരി മഠം പറഞ്ഞു, NSS എതിർത്തു. NSSുമായിട്ട് നിൽക്കുന്നവരെല്ലാം ഷർട്ടിട്ട് കയറണ്ട, അത് ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണെന്ന് പറയുന്നു. ശിവഗിരി മഠവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഹിന്ദു സമൂഹത്തിലെ പ്രബലരായ രണ്ട് സമുദായങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സച്ചിദാനന്ദ സ്വാമിയുടെ വാദത്തോട് യോജിച്ചാണ് സംസാരിച്ചത്. നമ്മൾ നോക്കി കാണുമ്പം എനിക്ക് തോന്നുന്നു കാലത്തിനനുസരിച്ച് പരിഷ്കരണങ്ങൾ വരുത്താം എന്ന്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒരിക്കലും മാറിയിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എത്രയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളൊന്നും അല്ല ഇപ്പം. പലർക്കും ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി പോലും അറിയില്ല എന്നുള്ളതാണ്. അപ്പം അവർക്ക് തോന്നിയ പോലെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അതിന് ഓരോ ചിട്ടകളും ഇതൊക്കെ ഉണ്ട്. അത് വ്യക്തമായി എഴുതി അത് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ഏതാനും സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. ഉടുപ്പ് ഊരി ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഗുരു അരുവിപ്പുറത്തും ശിവഗിരിയിലുമൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഉടുപ്പഴിച്ചു വെക്കേണ്ട ആവശ്യവുമില്ല. ഉടുപ്പിട്ടുകൊണ്ട് തന്നെ അവിടെയെല്ലാം ദർശനമുണ്ട്. ശിവഗിരിയുടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഗുരു പ്രതിനിധാനം ചെയ്ത കാഴ്ചപ്പാട് തന്നെയാണ്. അതിന് സന്യാസിമാർക്ക് സ്വന്തമായ കാഴ്ചപ്പാടില്ല. അപ്പോൾ ഗുരു എത്രയും പരിഷ്കാരിയായിരുന്നു. പഴയ ആചാരങ്ങളെ അതേപോലെ മുറുകെ പിടിച്ചുകൊണ്ട് പോയ ആളല്ല. ആ അർത്ഥത്തിൽ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പഴയ മാമൂലുകൾ അനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ല. രണ്ട് കരിയും വേണ്ടാന്ന് ഗുരു പറഞ്ഞു, ആനയും വേണ്ട, വെടിക്കെട്ടും വേണ്ടാന്ന് ഗുരു പറഞ്ഞു. പക്ഷേ ഗുരുവിൻ്റെ തന്നെ പല ക്ഷേത്രങ്ങളിലും ആനയും വെടിക്കെട്ടും ഉണ്ട്. അത് തിരുത്തണമെന്നത് ശിവഗിരി മഠത്തിൻ്റെ വ്യക്തമായ അഭിപ്രായമാണ്, കാഴ്ചപ്പാട് തന്നെയാണ്. അപ്പം കാലത്തിനനുസരിച്ച് പരിഷ്കരണം, ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിലെല്ലാം പലരും ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ശ്രീനാരായണ ഗുരുവിനെ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് പാടില്ല, ആനയെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെടുക്കുന്നത്. ഇതൊക്കെ ആചാരാനുഷ്ഠാനത്തിൽ പെടുന്നതാണ്. ഗുരു മിണ്ടാപ്രാണിയായ ആനയെ ഇങ്ങനെ മണിക്കൂറുകളോളം ഇങ്ങനെ എഴിഞ്ഞെടുത്ത് നിൽക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ദൈവത്തിന് പോലും അത് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അതൊരു വെടിക്കെട്ട്, ഇതൊക്കെ ആചാരം. പക്ഷേ കാലത്തിനനുസരിച്ചുള്ളൊരു പരിഷ്കരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആനയെ കാണാൻ ആയിരങ്ങൾ വരുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ആനയെ കാണുക എന്നുള്ളൊരു താല്പര്യം. അതുപോലെ വെടിക്കെട്ട് കാണാൻ വേണ്ടി വെടിക്കെട്ട് പ്രേമികൾ വരുന്നുണ്ട്, ആനപ്രേമികൾ വരുന്നുണ്ട്. അതെല്ലാം ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി കാണുമ്പോൾ ഇതെല്ലാം വേണ്ടതാണ് എന്ന് നമുക്ക് തോന്നൽ. അപ്പോൾ അതിനനുസരിച്ച് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ
യഥാർത്ഥത്തിൽ ഷർട്ടൂരിയിട്ട് ഇത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. എനിക്ക് മനസ്സിലാകുന്നേയില്ല. കാരണം ആ പുരുഷന്മാർ ഷർട്ടൂരി അകത്ത് കയറിയാൽ എന്താ അതിനുകൊണ്ടുള്ള ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ അത് മതിയാവും? ഇല്ല. അവനവൻ്റെ മനസ്സ് നന്നാവണം എന്ന് തന്നെയാണ്. എത്ര ദുഷ്ടമനസ്സ് ഉള്ള ഒരു വ്യക്തി തെറ്റുകൾ ചെയ്തിട്ട് എത്ര ഷർട്ട് ഊരിയിട്ട് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാലും അവന് മോശം കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല, ഇല്ലേ? അപ്പോൾ ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഷർട്ട് ഊരി അകത്ത് ചെയ്യുന്നത് പുരുഷന്മാരെ. ചില ബോഡിയുള്ളവർക്കൊന്നും വലിയ കുഴപ്പമായിട്ട് വരുന്നില്ല, പക്ഷേ വയറുമൊക്കെ ചാടി വളരെ ഇതുള്ളവർക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടാറില്ല. ഈ അവരിട്ടിരിക്കുന്ന മേൽമുണ്ട് ചിലപ്പോഴൊക്കെ ചില തൂർത്തുകളും നേരിയതൊക്കെ പൊതിക്കുന്നതാണ്. അതിട്ട് ഈ വയറ് മറയ്ക്കാനും മാറുമുറിക്കാനും ഒക്കെയാണ് അവർ സമയം കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. കാരണം അവർക്ക് ഈ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മറന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമൊന്നും അവർക്ക് കിട്ടാറില്ല. പെട്ടെന്ന് ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ച് അവർക്ക് ശരീരത്തെപ്പറ്റി ഭയങ്കര ബോധമാണ്. കാരണം ശരീരം മറ്റുള്ളവർ കാണുന്നത് അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പം അതിനനുസരിച്ച് കാലത്തിനനുസരിച്ചൊരു മാറ്റം വരണം എന്ന് തന്നെയാണ് എൻ്റെ കാരണം. കാരണം ഷർട്ട് ഇട്ടുകൊണ്ട് കയറിയാൽ എന്താ, ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് കയറിയാൽ എന്താ കുഴപ്പം? അത് ഈ ആചാരാനുഷ്ഠാനമാണെന്ന് പറഞ്ഞ് യാതൊരു അർത്ഥമില്ല. അത് ഒരിടത്തും പറയുന്നുമില്ല. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്, ആരോ ഉണ്ടാക്കി വെച്ച ചില ഇതിനുള്ള പ്രത്യേകതയെന്ന് എനിക്ക് തോന്നിയിട്ട് ഷർട്ട് ഊരി കഴിഞ്ഞാൽ ഈ കാശുള്ളവൻ്റെയൊക്കെ മാല കാണാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ എനിക്ക്. അവനിത്ര കോടികളുടെ ആസ്തിയുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അല്ലാതെ ഇതിനകത്തെ പ്രത്യേകത ഒരു പ്രത്യേകത എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എല്ലാവരും കൂടെ എന്നെ പൊങ്കാലയിടാൻ പറയണ്ട. പിന്നെ ഇപ്പോഴത്തെ യുവാക്കൾ അതിനു മുമ്പ് ഇതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ NFF ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. അതും കൂടെ നമുക്കൊന്ന് കേൾക്കണം. ഇന്നലെ വന്ന ഒരു പത്രവാർത്തയാണ്. ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച് പ്രവേശനം സംബന്ധിച്ചാണ് സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ചു ക്ഷേത്രങ്ങളിൽ ഉടുപ്പിടാതെ കയറരുത്, ഉടുപ്പിട്ട് തന്നെ കയറണം. സവർണരുടെ ആധിപത്യമാണ്. പിന്നെ അതിൽ ചിലർ ഇങ്ങനെ കേട്ടതായി പറയുന്നു. നമ്പൂരിയാണോ എന്ന് തിരിച്ചറിയാനാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞു. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്. അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ? പക്ഷെ അത് അവരുടെ ആചാരം അനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആര് ചോദിച്ചാലും ചോദിച്ചില്ലേലും നമുക്ക് പറയാനുള്ള ഒരു അവകാശം. കാരണം ഈ ഹിന്ദു എന്ന് പറയുന്നത് ഇവരാരും മാത്രമല്ല. ഇവിടുത്തെ ഒരു സംഘടനയുടെ ഒരു മത വിഭാഗം. അപ്പോൾ NFF ഇതിനെ എതിർത്തിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. കാരണം ഇന്നത്തെ യുവാക്കൾക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ വലിയ താല്പര്യം ഇപ്പം പ്രകടിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പോകാൻ താല്പര്യമുണ്ട്, അവർക്ക് വിശ്വാസമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഷർട്ടൂരി ക്ഷേത്രങ്ങളിൽ പോകാൻ ഒരു താല്പര്യക്കുറവ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഷർട്ട് ഊരുന്നുണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവർ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന കാണാം. അവരുടെ കാഴ്ചപ്പാടിന് ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം അകത്ത് കയറി പ്രാർത്ഥിച്ചാലും പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചാലും ഒരുപോലെയാണെന്നുള്ള ചിന്താഗതിയുള്ളവരവർ. കാരണം ദൈവം ഫലാചാരങ്ങളിലും ഉണ്ടെങ്കിൽ, എല്ലായിടവും ഉണ്ടെങ്കിൽ പിന്നെന്തിന് ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാർ കൂടുതലുണ്ട് അവരുടെ കൂട്ടത്തിൽ.
അപ്പോൾ ഷർട്ട് ഊരി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നുള്ള ചിന്താഗതിക്കാർ പൊതുവേ ഉണ്ട്. ഭൂരിപക്ഷം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഉണ്ട്. അതുകൊണ്ട് അവർ പൊതുവെ ഇപ്പം നമ്മളിൽ കുഞ്ഞുങ്ങളെ പോലെ വിളിക്കുമ്പോൾ ക്ഷേത്രത്തിൽ കയറാൻ വിളിക്കുമ്പോഴത്തേനും ഞാനില്ല, ഷർട്ടൊക്കെ ഊരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അവർ പുറത്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം കാലത്തിനനുസരിച്ചൊരു മാറ്റം സത്യം പറഞ്ഞാൽ അത്യാവശ്യമാണ്. ഇന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഷർട്ട് ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യമാണെന്നൊക്കെ പലരും ഘോഷിക്കുന്ന കാണാം. പക്ഷേ കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷർട്ട് ഇട്ടുകൊണ്ടൊക്കെയാണ് മിക്കവാറും എല്ലാവരും കയറുന്നല്ലേ, അല്ലാതെ ഷർട്ട് ഊരിയിട്ടൊന്നുമല്ല കയറുന്നത്. നമ്മൾ കേരളത്തിന് പുറത്തുള്ള ചില ക്ഷേത്രങ്ങളിൽ പോയി ഷർട്ടുമൊക്കെ ഊരി അകത്ത് കയറുമ്പോഴത്തേന് എന്തിന് ഷർട്ട് ഊരി എന്ന് ചോദിക്കുന്നവരാണ്. അവർക്ക് ഏത് വസ്ത്രം ഇട്ടുകൊണ്ട് കയറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം കാലത്തിനനുസരിച്ചുള്ള മാറ്റം അവിടങ്ങളിലൊക്കെ ആയി. നമ്മളുടെ കേരളത്തിലെ കുറച്ച് ആൾക്കാർക്ക് ഈ സത്യം പറഞ്ഞാൽ അവരെ ഇതൊന്നും ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ശിവഗിരി മഠമല്ലേ ഇത് പറഞ്ഞത്, എന്നങ്ങ് എതിർത്തേക്കാം എന്ന് എന്നെ വിചാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയല്ല വേണ്ടത്. ദേവപ്രശ്നമെങ്കിൽ ദേവപ്രശ്നം എന്ന് വെച്ച് ഈ കാര്യത്തിന് തീരും. ഇത് ദേവപ്രശ്നത്തിൻ്റെ ഒന്നും സത്യം പറഞ്ഞ കാര്യമില്ല. സ്ത്രീകൾ വസ്ത്രങ്ങൾ ധരിച്ചാണ് കയറുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ച് രണ്ടുപേരും ദൈവത്തിൻ്റെ സൃഷ്ടികളെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് എന്താ ഷർട്ട് കഴിച്ചുകൊണ്ട് കയറിയാൽ പുരുഷന്മാർക്കൊരു നീതി, സ്ത്രീകൾക്കൊരു നീതി. അത് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് നമുക്കങ്ങോട്ട് രസിക്കുന്നില്ല. രസിക്കുന്നവർ കാണാം, അവർ നിന്നോളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.